My dear students, ഡോക്ടർ ജെയിംസ് ടൈലർ രചിച്ച ലെക്ചേഴ്സ് ഓൺ ഹോമിയോപ്പതിക് മെറ്റീരിയ പഠിക്കുക എന്ന പുസ്തകത്തെ ആധാരമാക്കിയുള്ള ഈ പ്രോഗ്രാമിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും വീണ്ടും സ്വാഗതം. നമ്മൾ തുജ എന്ന അധ്യായത്തെക്കുറിച്ചാണ് കഴിഞ്ഞ 3 എപ്പിസോഡുകളിലായി പറഞ്ഞുകൊണ്ടിരുന്നത്. ആൻറ്റി സൈക്കോട്ടിക് റെമഡീസിൻ്റെ ഏറ്റവും മുകളിൽ നിൽക്കുന്ന തുജയുടെ ഈ അവസാനത്തെ ഈ ഭാഗത്ത് അതിൻ്റെ ഗൊണോറിയൽ പ്രശ്നങ്ങൾ, സൈക്കോസിസുമായിട്ട് നേരിട്ട് ബന്ധപ്പെട്ട പ്രശ്നം, അല്ലെങ്കിൽ യുറത്രയുമായിട്ട് ബന്ധപ്പെട്ട ചില പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ ആണ് കെൻ്റ് വിശദീകരിക്കുന്നത്. കൂടാതെ സൈക്കോട്ടിക് മയാസത്തെക്കുറിച്ചുള്ള വളരെ പ്രധാനപ്പെട്ട പ്രായോഗികമായിട്ട് വളരെയധികം ഉപകരിക്കുന്ന ചില കാര്യങ്ങളും ഇവിടെ കെൻ്റ് പറയുന്നുണ്ട്. നമുക്കതിലേക്ക് പ്രവേശിക്കാം. തുജ ഈസ് ഓഫൺ സ്യൂട്ടഡ് ടു ഓൾ കേസസ് ഓഫ് pneumonia in such individuals as have suppressed gonorrhea, Figward gonorrhea. ഗൊണേറിയ അല്ലെങ്കിൽ ഫിഗ്വാർഡ് ഗൊണേറിയ ഇതിനെ സപ്രസ് ചെയ്ത ഹിസ്റ്ററിയുള്ള പേഷ്യൻസിൽ അവരുടെ പഴയ ന്യൂമോണിയ കേസ്, അതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന പ്രശ്നങ്ങൾ, ചുമ, ലങ്സുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ, കാറ്റാറൽ പ്രോബ്ലംസ്, ഇതിനൊക്കെ തുജ വളരെയധികം ഉപകരിക്കും. The kidneys and urinary symptoms are also striking. Congestion and inflammation of the kidneys, sharp pain in the kidneys, burning urine, inflammation of the bladder and urethra that is not gonorrheal, pus from the bladder, paralysis of the bladder, must wait for a long time for the urine to start, retention of urine, continuous urging to urinate, tearing in the urethra, feeling as if urine were constantly running around the urethra like Calli-Bicans arthros. അപ്പോൾ യൂറിനറി സിംറ്റംസ് ഒത്തിരി ഉണ്ട്. കിഡ്നീസുമായിട്ടും ബ്ലാഡറുമായിട്ടും യുറത്രയുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് പ്രശ്നങ്ങൾ, ഇപ്പോൾ ഈ പറയുന്ന ഒരുപാട് വിഷയങ്ങളുണ്ട്. അപ്പോൾ അതിൽ ശ്രദ്ധിക്കാനുള്ളത് 2 കമ്പാരിസൺസ്, കാലിബൈക്കും പെട്രോസും. ഇതുമായിട്ടുള്ള സാമ്യം തുജയ്ക്കുണ്ട്. ഇൻ ദ യുറേത്രൽ ഡിസീസ് ഓഫ് സൈക്കോട്ടിക് ക്യാരക്ടർ തുജ ലീഡ്സ് ഓൾ അതർ റെമഡീസ്. ഉണ്ടോ? ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട് വരുന്നത്. സൈക്കോട്ടിക് നേച്ചറുള്ള യുറേത്രൽ പ്രശ്നങ്ങൾ, ഗൊണോറിയ, അതേപോലുള്ള പ്രശ്നങ്ങൾ. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കെട്ടി തുടർന്ന് പറയുന്നുണ്ട്, ഇത് സൈക്കോട്ടിക് പ്രോബ്ലമാണെന്ന് നമ്മൾ ഉറപ്പാക്കണം. അപ്പോൾ സൈക്കോസിസിനെ തിരിച്ചറിയാനുള്ള സൂചനകൾ എന്താണെന്ന് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. അത് മനസ്സിലാക്കി സൈക്കോട്ടിക് ആണെന്ന് ഉറപ്പാക്കിയിട്ട് ചെയ്യാവും. സൈക്കോട്ടിക് അല്ല എങ്കിൽ മറ്റു റെമഡീസ് ഉണ്ട്. അപ്പോൾ സൈക്കോട്ടിക് ആയിട്ടുള്ള യുറേത്രൽ ഡിസീസിന് തുജ ലീഡ്സ് ഓൾ ഓഫ് റെമഡീസ്. ഇനി ഇൻ ദ നോൺ സൈക്കോട്ടിക് വെറൈറ്റി കനാബിസ് സറ്റൈവ ഈസ് സഫീഷ്യൻറ്റ്. നോൺ സൈക്കോട്ടിക് ആണെങ്കിൽ കനാബിസ് സറ്റൈവ മതി. ബട്ട് ദോസ് കേസസ് ദാറ്റ് ആർ പ്രൂവ് ടു ബി സൈക്കോട്ടിക് കനാബിസ് സറ്റൈവ ലെഫ്റ്റ് അൺക്യൂർഡ്. പക്ഷേ സൈക്കോട്ടിക് അല്ല എങ്കിൽ കനാബിസ് സറ്റൈവ കൊണ്ട് അത് സുഖപ്പെടില്ല. അത് താൽക്കാലികമായിട്ടുള്ള മാറ്റങ്ങൾ മാത്രമേ അതുകൊണ്ടുണ്ടാവുകയുള്ളൂ. ഇറ്റ് അമീലറേറ്റഡ് ദ ബേണിംഗ് ഡ്യൂറിങ് ആൻഡ് ആഫ്റ്റർ യൂറിനേഷൻ and the thick yellowish green discharge, but some other remedy had always to follow. ഈ പറയുന്ന കാര്യങ്ങൾ, തിക്ക് യെല്ലോയിഷ് ഗ്രീൻ ഡിസ്ചാർജ്, സാധാരണ പണ്ടൊക്കെ ഗൊണേറിയയുടെ ഒരു പ്രധാന ലക്ഷണമായിട്ട് പറയുന്നതാണ് തിക്ക് യെല്ലോയിഷ് ഡിസ്ചാർജ്. ഇന്നിപ്പോൾ മിക്കവാറും അതൊക്കെ സപ്രസ് ചെയ്ത കണ്ടീഷനിലേക്ക് വരാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കണ്ടീഷനിൽ കനാബിസ് സറ്റൈവ, സൈക്കോട്ടിക് ആണോ ഉണ്ടെങ്കിൽ കനാബിസ് സറ്റൈവ കൊണ്ട് ക്യൂറിങ് നടക്കില്ല. മറ്റെന്തെങ്കിലും ഒരു ഔഷധം അതിൻ്റെ പിന്നാലെ വരണം. വെൻ ദേ വർ ഷോൺ ടു ബി സൈക്കോട്ടിക്. ഇപ്പോൾ പിന്നീടാണ് സൈക്കോട്ടിക് ആണെന്ന് മനസ്സിലാക്കുകയാണെങ്കിൽ കനാബിസ് സറ്റൈവ അത് ഉപകരിക്കില്ല, മറ്റൊരു മരുന്ന് അതിൻ്റെ പിന്നാലെ കൊണ്ടിരും. ഇറ്റ് ഈസ് നോട്ട് സോ വിത്ത് തുജ ബിക്കോസ് ഇറ്റ് ഈസ് കേപ്പബിൾ ഓഫ് ഫിനിഷിങ് അപ്പ് ദ കേസ്. അപ്പോൾ സൈക്കോട്ടിക് നേച്ചറാണെന്ന് മനസ്സിലാക്കി സമയത്ത് തുജ നേരിട്ട് കൊടുത്തിരുന്നെങ്കിൽ ഹീലിംഗ് കംപ്ലീറ്റ് ആയതിന്. അതിന് പകരം ആ നേച്ചർ മനസ്സിലാക്കാതെ ആ സിംറ്റംസ് നോക്കിക്കൊണ്ട്
കനാബിസ് സറ്റൈവയോ മറ്റെന്തെങ്കിലും ഔഷധമായി കൊടുത്തിരുന്നെങ്കിൽ അതുകൊണ്ട് രോഗശാന്തി ലഭിക്കില്ല. ഇൻ ദ മോസ്റ്റ് വയലന്റ് കേസസ് വിത്ത് ബ്ലഡി യൂറിൻ, എക്സ്ട്രീം സലാസിറ്റി, ഗ്രേറ്റ് ടോർമെൻറ്റ്, bloody watery discharge from the urethra and bladder, no rest day or night, cancer is coming. It is capable of finishing the case in a few days. അപ്പോൾ ഇങ്ങനെയാണ് വളരെ വയലൻ്റായിട്ടുള്ള കേസുകൾ, ബ്ലഡി യൂറിൻ, എക്സ്ട്രീം സെലാസിറ്റി, സെക്ഷൽ എക്സസ് ഉള്ള ആളുകൾ, അത്തരം ആളുകളാണ് കൂടുതലും ഇത് പ്രൈമറിലി ആയിട്ട് ഇത് എഫക്റ്റ് ചെയ്യുന്നത്. കാരണം ഗൊണേറിയൽ നേച്ചറുള്ള സ്ത്രീകളുടെ സിംറ്റംസ് പ്രകടമാവില്ല. അപ്പം അത്തരം സ്ത്രീകളുടെ വിശേഷം പ്രോസ്റ്റിറ്റ്യൂഷനിലും മറ്റൊക്കെ ഏർപ്പെടുന്ന സ്ത്രീകളുമായിട്ട് ബന്ധപ്പെട്ട് അതാണ് ഈ എക്സ്ട്രീം സെലാസിറ്റി എന്ന് പറയുന്നത്. അങ്ങനെയുള്ള പുരുഷന്മാർ ഇത് അറിയാതെ കിട്ടും, ഇതിൻ്റെ സിംറ്റംസ് ഇല്ലാത്ത സ്ത്രീകളിൽ നിന്ന് കിട്ടും. ഗ്രേറ്റ് ടോർമെൻറ്റ്, ബ്ലഡി വാട്ടറി ഡിസ്ചാർജ് ഫ്രം ദി യുറേത്ര ആൻഡ് ബ്ലാഡർ, യുറേത്രയിൽ നിന്നും ബ്ലാഡറിൽ നിന്നും ബ്ലഡി വാട്ടറി ഡിസ്ചാർജ്, രാവും പകലും ഇതിന് ശമനമില്ല. അങ്ങനത്തെ അവസ്ഥയിൽ ക്യാൻസാറസ് വരും. ഈ ക്യാൻസാറസ് കേപ്പബിൾ ഓഫ് ഫിനിഷിംഗ് കേസ് ഇൻ എ ഫ്യൂ ഡേയ്സ്, ഏതാനും ദിവസങ്ങൾക്കകം ക്യാൻസാറസ് ആ കേസിനെ പൂർണ്ണമായിട്ട് സുഖപ്പെടുത്തും. സച്ച് എ പേഷ്യൻറ്റ് മസ്റ്റ് ബി ഇൻ എക്സലൻ്റ് ഹെൽത്ത്, വിച്ച് ഈസ് നോട്ട് ജനറലി ദ കേസ്. എന്നാൽ ക്യാൻസാറസ് സുഖപ്പെടുന്ന കേസുകൾ അതർവൈസ് ആൾ ഓക്കെ ആയിരിക്കണം. അതർവൈസ് ഹെൽത്തി ആയിട്ടുള്ള ആളാണെങ്കിൽ മാത്രമേ ക്യാൻസാറസ് കൊണ്ടുള്ള സുഖപ്പെടുത്തൽ നടക്കുകയുള്ളൂ, അല്ല എങ്കിൽ അത് നടക്കില്ല. അപ്പോൾ സാധാരണഗതിയിൽ അങ്ങനെ ഒരു എക്സലൻ്റ് ഹെൽത്ത് കണ്ടീഷനിൽ ആളെ നമുക്ക് കിട്ടില്ല. അപ്പോൾ സാധാരണ ഇങ്ങനെ പോകുന്ന ആളുകൾ, ഈ സെക്ഷൽ എക്സസ് ഉള്ള ആളുകൾ, പ്രോസ്റ്റിറ്റ്യൂഷൻ്റെ അടുത്തൊക്കെ പോകുന്ന ആളുകൾ, അങ്ങനെ ഒരിക്കലും ഒരു പെർഫെക്റ്റ് ഹെൽത്തുള്ളവരായിരിക്കില്ല. അവരെങ്ങനെയുള്ളവരായിരിക്കും? മദ്യപാനികളായിരിക്കാം. ദേ ആർ ഡ്രിങ്കിങ് മെൻ ആൻഡ് സ്മോക്കേഴ്സ്, അല്ലാത്ത കുടിയന്മാരും പുകവലിക്കാരുമായിരിക്കും. ഇനി അതിനെക്കുറിച്ച് കെൻറ്റ് വളരെ വിശദമായിട്ട് പറയുന്നുണ്ട്. ടൊബാക്കോ ഈസ് വൺ ഓഫ് ദ മോസ്റ്റ് ട്രബിൾസം തിങ്സ് യു വിൽ റൺ അക്രോസ്. ഉണ്ടോ? നിങ്ങൾ കണ്ടുമുട്ടുന്നതിൽ വെച്ച് ഏറ്റവും അധികം പ്രശ്നം ഉണ്ടാക്കുന്ന ഒരു സാധനം ടൊബാക്കോയാണ്. വാസ്തവത്തിൽ എൻ്റെ പരിചയത്തിലുള്ള പല ആളുകളുമായിട്ടും നമ്മൾ നോക്കുമ്പോൾ ഡ്രിങ്കിങ്ങിനേക്കാളും പ്രശ്നം സ്മോക്കിംഗ് ആണ്. സ്മോക്കിംഗ് വലിയ പ്രശ്നമുണ്ടാകും. അതാണ് എന്നോട് പറയുന്നത്. മെനി കേസസ് വിൽ നോട്ട് റിക്കവർ പ്രോംപ്റ്റ്ലി ഇഫ് ദേ ആർ ടൊബാക്കോ യൂസേഴ്സ് ആൻഡ് ഗ്രീറ്റ് സ്മോക്കേഴ്സ്, വൈൻ ഡ്രിങ്കേഴ്സ് ഓർ കൺവീവിയൽ മെൻ. They run around a good deal and are high livers, and with such you have a slow case in hand. അപ്പോൾ എങ്ങനെയുള്ളവരാണ്? They are tobacco users and great smokers. അപ്പോൾ പുകയിൽ ചവക്കുന്നവരാകാം, പുക വലിക്കുന്നവരാകാം, വീഞ്ഞു കുടിയന്മാർ, മദ്യപന്മാർ, കൺവൈവൽ മെൻ എന്ന് വെച്ചാൽ ഇങ്ങനെ സുഖിച്ചുല്ലസിച്ച് ജീവിതം സുഖിക്കാനുള്ളതാണ് ചിന്തിക്കുന്ന ആളുകൾ. അങ്ങനെയുള്ള ആളുകൾ ശരിക്കും ഉല്ലസിച്ച് ജീവിക്കും. ഹൈ ലിവേഴ്സ്, അങ്ങനെയുള്ള ആളുകളെ ട്രീറ്റ് ചെയ്യുമ്പോൾ വളരെ സാവകാശം മാത്രമേ രോഗശാന്തി ലഭിക്കൂ. കാരണം അങ്ങനെയുള്ള ശീലങ്ങളിൽ നിന്നും അവരെ ആദ്യം പിന്തിരിപ്പിക്കേണ്ടി വരും. പിന്തിരിപ്പിച്ച ശേഷം മാത്രമേ അവരുടെ ഇത്തരം പ്രശ്നങ്ങൾ, യുറോത്തൽ പ്രശ്നങ്ങളോടായിരിക്കും വരുന്നത്, അവരെ സുഖപ്പെടുത്താൻ സാധിക്കുകയുള്ളൂ. വിത്ത് ദ സിസ്റ്റംസ് ഓഫ് ബ്രോക്കൺ ഡൗൺ ഫ്രോം ഹൈ ലിവിങ്, you may not get a decided curative action until you have forced him to abandon his way of living. അപ്പോൾ ഈ പറഞ്ഞത് ഇത്തരം ഹൈ ലിവിങ്ങിലുള്ളവരെ ചികിത്സിക്കുമ്പോൾ വളരെ കൊള്ളാവുന്ന ശ്രദ്ധേയമായൊരു ക്യൂറേറ്റീവ് ആക്ഷൻ ഉണ്ടാകുന്നതെങ്കിൽ അവരാദ്യം ഇത്തരം ജീവിത രീതികളിൽ നിന്ന് അവരെ നിർബന്ധിച്ച് തന്നെ അവരെ ഒഴിവാക്കേണ്ടി വരും. പുട്ട് ഹിം ഓൺ ലൈറ്റ് ഡയറ്റ്, ഡിമിനിഷ് ഹിസ് സ്മോക്കിംഗ്, get rid entirely of the drinking and put him on a perfectly bland living. അങ്ങനെവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്തി ഒരു ലൈറ്റ് ഡയറ്റ് ഉണ്ടാക്കണം, വല്ല ദഹിക്കാത്ത ഭക്ഷണങ്ങളൊക്കെ കഴിക്കുന്ന രീതിയൊക്കെ മാറ്റുക, പുകവലി ശീലവും മദ്യപാനത്തിൽ നിന്നൊക്കെ അവരെ പരമാവധി പിൻവലിപ്പിക്കുക, ഡ്രിങ്കിങ്ങിൽ നിന്ന് എൻറ്റയർലി ഗെറ്റ് റിഡ് ഓഫ് ഇറ്റ്. കാരണം പുകവലി മദ്യപാനം കൊണ്ടാകുന്ന ഉത്തേജനം, ഹോമിയോപ്പതി ഔഷധങ്ങൾ ഉണ്ടാകുന്ന ആ ഒരു ഹീലിംഗ് സിഗ്നലിനെ
മുക്കിക്കളയും. ഉന്മാദാവസ്ഥയിലാകുമ്പോൾ എങ്ങനെയാണ് ഈ നമ്മൾ വളരെ ഡെലിക്കേറ്റ് ആയിട്ടുള്ള വളരെ ഫൈനായിട്ടുള്ള നമ്മുടെ പൊട്ടൻസികളുള്ള സിഗ്നലുകൾ വർക്ക് ചെയ്യുന്നത്? ഒരിക്കലും വർക്ക് ചെയ്യില്ല. കാരണം ഓൾറെഡി അവരൊരു ഡ്രിങ്കിങ് ഉണ്ടാകുന്ന ഉന്മാദാവസ്ഥയിലായിരിക്കും. അപ്പോൾ അതുകൊണ്ട് എൻറ്റയർലി ഗെറ്റ് റിഡ് ഓഫ് ഇറ്റ്. മദ്യപാനത്തിൽ നിന്ന് പൂർണ്ണമായിട്ട് ഒഴിവാക്കുക. മദ്യപിച്ചിരിക്കുന്നവരിൽ, ലഹരിയിലിരിക്കുന്നവരിൽ ഒരിക്കലും ഹോമിയോപ്പതി മരുന്നുകൾ ആക്ട് ചെയ്യില്ല. ആൻഡ് പുട്ട് ഹിം ഓൺ എ പെർഫെക്റ്റ്ലി ബ്ലാൻഡ് ലിവിങ്. വളരെ സജീവമായിട്ട്, ബ്ലാൻഡ് ലിവിങ് എന്ന് വെച്ചാൽ വളരെ ലൈറ്റായിട്ട്, എന്നാലും വളരെ അലസരായിട്ടിരിക്കാതെ വളരെ സജീവമായിട്ട് എന്തെങ്കിലും നല്ല കാര്യങ്ങളിലൊക്കെ ഏർപ്പെട്ടുകൊണ്ട് ഇരിക്കുക. അങ്ങനെ ആയ ശേഷം മാത്രമേ അവരൊരു ക്യൂറേറ്റീവ് പാത്തിലേക്ക് കൊണ്ടുവരാൻ പറ്റുള്ളൂ. ദിസ് ഈസ് ദ ഫസ്റ്റ് തിങ്. അതാണ് ഒന്നാമത്തെ കാര്യം. ഇഫ് ഹീസ് എ മാൻ ഓഫ് ഫാമിലി, യു ഹാവ് ടു കണ്ടന്റ് വിത്ത് ഗ്രേറ്റ് മെൻ്റൽ ഡിസ്ട്രസ്. ഇങ്ങനൊരു കുടുംബജീവിതം നയിക്കുന്ന ആളാണെങ്കിൽ അത് സ്ത്രീയായാലും പുരുഷനായാലും നമ്മൾ വളരെയധികം ബുദ്ധിമുട്ടേണ്ടി വരും. കാരണം ഇത്തരം സെക്ഷൽ എക്സസ് ഉണ്ടാകുന്നവരാണ് അവർ. ഭർത്താവ് ഭാര്യയ്ക്കും ഭാര്യ ഭർത്താവിനും ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാകും. അപ്പോൾ അത്തരം കേസുകൾ വളരെ ശ്രദ്ധാപൂർവം, പലപ്പോഴും പാർട്ട്ണർ അറിയാതെയായിരിക്കും ഒരു ചികിത്സയ്ക്ക് വരുന്നത്. കാരണം പാർട്ട്ണർ അറിഞ്ഞുകൊണ്ടായിരിക്കില്ല ഇത്തരം ഒരു എക്സസ് ലിവിങ്ങിലേക്ക് അവർ പോയിരിക്കുന്നത്. അപ്പോൾ ഡോക്ടറും അവരോട് കൂടെ നിന്ന് അവരുടെ ഫാമിലിയെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് വേണം ട്രീറ്റ്മെൻറ്റിലേക്ക് പോകാൻ. ആൻഡ് നോട്ട് ലെസ് സോ ഇഫ് എ വുമൺ. സ്ത്രീയുടെ കാര്യത്തിൽ ഇത് തന്നെ. സ്ത്രീയുടെ കാര്യത്തിലാണെങ്കിൽ ഗൊണോറിയൽ സിംപ്റ്റംസ് അവർ കാണിക്കില്ല, ഡിസ്ചാർജസ് അവർക്ക് ഉണ്ടാവില്ല. സോ ഇറ്റ് മേ വെൽ ബി സെഡ് ദാറ്റ് യൂഷ്വലി ദ സൈക്കോട്ടിക് മയാസം ഈസ് എ ട്രബിൾസം വൺ ടു ബിഗിൻ വിത്ത് ആൻഡ് വൺ ദാറ്റ് വിൽ ബോദർ ദ യങ് ഫിസിഷ്യൻ. സൈക്കോട്ടിക് ഡിസീസിനെ ട്രീറ്റ് ചെയ്യുന്നതിനുള്ള ഒരു ബുദ്ധിമുട്ടാണ് പറയുന്നത്. തുടക്കക്കാർക്ക്, ചെറുപ്പക്കാരായ ഹോമിയോപാസ് വളരെയധികം ബുദ്ധിമുട്ടും. ഒന്നാമത് അവർ സൈക്കോട്ടിക് കേസാണെന്ന് അവർ മനസ്സിലാക്കണം. സൈക്കോട്ടിക് മയാസിൻ്റെ നേച്ചറിനെ കുറിച്ച് നല്ല ബോധ്യമുള്ളവരായിരിക്കണം. പിന്നീട് ഇതേപോലെ പലപ്പോഴും രഹസ്യമായിട്ട് വെക്കുന്ന പ്രശ്നങ്ങളായിരിക്കും വരുന്നത്. അപ്പോൾ വളരെ ശ്രദ്ധാപൂർവം അവരുടെ ഫാമിലിയെ പരിഗണിച്ചുകൊണ്ട് വേണം മുന്നോട്ട് പോകാൻ. യു കനോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ദ റൈറ്റ് മെത്തേഡ് ഫോർ എ റോങ് വൺ വിച്ച് വിൽ മേക്ക് ഹിം എ ക്രിപ്പിൾ ഫോർ ലൈഫ്. അപ്പോൾ ഇത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഒരു നന്നായിട്ട് ചെയ്യേണ്ട ഒരു കാര്യത്തെ മോശമായിട്ടുള്ള കാര്യം കൊണ്ട്, മോശമായിട്ടുള്ള വഴിയിൽ നിങ്ങൾക്ക് ട്രീറ്റ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ മിക്കവാറും വരുന്നത് സപ്രഷന് ശേഷമായിരിക്കും. വളരെ ശ്രദ്ധിച്ച് വളരെ സൂക്ഷ്മമായിട്ട് വേണം ഇത് ഈ വിഷയം മുന്നോട്ട് കൊണ്ടുപോകാൻ. അപ്പോൾ അത്തരം കാര്യങ്ങൾ വളരെ ജാഗ്രതയോടെ, വളരെ ശ്രദ്ധിച്ച് വിവേകപൂർവ്വം മുന്നോട്ട് പോകണം. അല്ലെങ്കിൽ അവരുടെ ജീവിതകാലം മുഴുവൻ അവർ ബുദ്ധിമുട്ടുന്നതാണ്. എ ക്രിപ്പിൾ ഫോർ ലൈഫ്. ജീവിതകാലം മുഴുവൻ അവർ ബുദ്ധിമുട്ടേണ്ടി വരും. ദ സപ്രഷൻ ഓഫ് ദ ഡിസീസ് ഹാസ് യൂഷ്വലി ട്രൈഡ് കനോട്ട് ബി തോട്ട് ഓഫ് ബൈ ദ സിൻസിയർ ആൻഡ് ഏർണസ്റ്റ് ഹോമിയോപാത്ത്. ഒരു സിൻസിയർ ഹോമിയോപാത്തിന് സപ്രഷനെ കുറിച്ച് ചിന്തിക്കാൻ പറ്റില്ല. ഇഫ് ഹി വാണ്ട്സ് ഇറ്റ് ചെക്ക്ഡ് സഡൻലി ലെറ്റ് ഹിം ഗോ സംവെയർ എൽസ്. ഇതാണ് പറയുന്നത്. ഇതിൽ ഏറ്റവും വിഷമം പിടിച്ചൊരു കേസാണ്. ഇങ്ങനെ വരുന്നവർ പെട്ടെന്ന് മാറ്റിത്തരണം. കാരണം അവർക്ക് അധികകാലം ഇത് മറച്ചു വെക്കാൻ പറ്റില്ല. ഗൊണറിയ, സിഫിലിസ് പോലുള്ള ഗുഹ്യരോഗങ്ങൾ അവർക്ക് അധികാരം മറച്ചു വെക്കാൻ പറ്റില്ല. ഒരു സപ്രഷൻ ചോദിച്ചുകൊണ്ടായിരിക്കും വരുന്നത്. അതുകൊണ്ട് തന്നെ മിക്കവാറും അവർ പോകുന്ന അലോപ്പത്തിയിലേക്കായിരിക്കും. പിന്നീടുണ്ടാകുന്ന പ്രശ്നങ്ങളുണ്ടായിരിക്കും നിങ്ങളടുത്ത് വരുന്നത്. നിങ്ങൾ വന്ന് അത് ട്രീറ്റ് ചെയ്യുമ്പോൾ പഴയ സിംറ്റംസിനെ, ഡിസ്ചാർജസിനെ അത് റീഎസ്റ്റാബ്ലിഷ് ചെയ്യേണ്ടി വരും. അപ്പോൾ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുക. അത് സഹകരിച്ച് നിൽക്കുമെങ്കിൽ മാത്രം ചെയ്യുക. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, എൻ്റെ ഒരു സുഹൃത്തിനെ ഇങ്ങനെ മുണേറൽ ഡിസ്ചാർജൊക്കെ അത് റീഎസ്റ്റാബ്ലിഷ് ചെയ്തപ്പോൾ ഞാൻ എൻ്റെ ചില സുഹൃത്തുക്കളുടെ കൂടെ കൊണ്ട് കുറച്ചാൾ താമസിപ്പിക്കുകയും ചെയ്തു. വീട്ടിലേക്ക് പോകാൻ പറ്റില്ല. അത്തരം അവസ്ഥകളൊക്കെ സമയവും സന്ദർഭമൊക്കെ നോക്കിയും കണ്ടുമൊക്കെ വളരെ ശ്രദ്ധാപൂർവം നേരിടുക. അല്ലെങ്കിൽ എന്താ സംഭവിക്കുന്നത്? ഹി വിൽ ഹാവ് അൺടോൾഡ് ഡിസീസ് ആൻഡ് സഫറിങ്. അങ്ങനെയുള്ളവർക്ക് പറഞ്ഞറിയിക്കാനാവാത്ത ബുദ്ധിമുട്ടുകളും സഫറിങ്സും ഉണ്ടാവും. അപ്പോൾ ഇതൊക്കെ വളരെ എന്താ പറയുക, കരുതലോടുകൂടിയും വിവേകത്തോടു കൂടിയും ചെയ്യേണ്ട കാര്യങ്ങളാണ്.
നമ്മൾ എടുത്തിയാടിക്കൊണ്ട് ഒരു പ്രിൻസിപ്പിൾസിനോട് പൂർണ്ണമായിട്ടും യോജിച്ചു നിന്നുകൊണ്ട് അതിനതേപടി നടപ്പാക്കാൻ ശ്രമിച്ചാൽ പ്രശ്നമുണ്ടാവും. വളരെ സാഹചര്യമനുസരിച്ച് ചെയ്യുക. പൂജ എന്ന് പറയുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ഔഷധത്തിൻ്റെ യഥാർത്ഥ ശക്തി മനസ്സിലാക്കുക. അതനുസരിച്ച് നിങ്ങളുടെ പ്രാക്ടീസ് ഭംഗിയായിട്ട് ഉപയോഗിക്കുക. ഇനി അടുത്ത എപ്പിസോഡിൽ നമുക്ക് അടുത്ത ആൻറ്റിസിഫിലിറ്റിക് റെമഡീസിൻ്റെ പട്ടികയിൽ ഏറ്റവും മുന്നിൽ വരുന്നതെന്ന് കെൻറ്റ് പറഞ്ഞ മെർക്കുറിയസ് നമുക്ക് തുടങ്ങാം. ഇതുവരെ ഈ പ്രോഗ്രാം ശ്രദ്ധിച്ച് നിങ്ങൾക്ക് ഏവർക്കും വളരെ നന്ദി. ഈ പ്രോഗ്രാം ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഇനി സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. ഈ ചാനൽ മറ്റുള്ളവരെ പരിചയപ്പെടുത്തുക. താങ്ക് യു ഫോർ വാച്ചിങ്.